വില്ലുമംഗലത്ത് സ്വാമിയാർ പതിവായി ക്ഷേത്രത്തിൽ പോയി പത്മനാഭസ്വാമിയെ ഭക്തിപൂർവ്വം സേവിക്കുകയും പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാരാജാവ് പത്മനാഭസ്വാമിക്ക് സ്വാമിയാരുടെ പുഷ്പാഞ്ജലി മുടക്കം കൂടാതെ എന്നും വേണമെന്ന് കൽപ്പിച്ചു നിശ്ചയിക്കുകയും ആ വകയ്ക്ക് സ്വാമിയാർക്ക് വിശേഷാൽ ചില പതിവുകൾ കൂടി കൽപ്പിച്ച് ഏർപ്പെടുത്തുകയും ചെയ്തു. പത്മനാഭസ്വാമിക്ക് സ്വാമിയാരുടെ പുഷ്പാഞ്ജലി മുടങ്ങാതെ എന്നും ഉണ്ടായിരിക്കണമെന്ന് രാജാവ് കൽപ്പിച്ച് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥിതിക്ക് വല്ല കാരണവശാലും തനിക്ക് വയ്യാതെ വന്നാലും പുഷ്പാഞ്ജലി മുടങ്ങരുത് എന്ന് കരുതി വില്ലുമംഗലത്ത് സ്വാമിയാർ യോഗ്യനായ ഒരു നമ്പൂതിരിക്ക് കൂടി സന്യാസ്യം കൊടുത്തു തൻ്റെ ശിഷ്യനാക്കി. അത്യാവശ്യമായാൽ ആ ശിഷ്യനായ സ്വാമിയാരും ക്ഷേത്രത്തിൽ കടന്ന് പുഷ്പാഞ്ജലി കഴിച്ചുകൊള്ളുന്നതിന് മഹാരാജാവ് കൽപ്പിച്ചനുവദിക്കുകയും ആ സ്വാമിയാർക്കും ചില പതിവുകൾ കൽപ്പിച്ച് ഏർപ്പെടുത്തുകയും പുഷ്പാഞ്ജലി കഴിക്കുന്ന സ്വാമിയാരുടെ പേര് മേലാൽ പുഷ്പാഞ്ജലി സ്വാമിയാർ എന്നായിരിക്കണമെന്ന് കൽപ്പിച്ച് നിശ്ചയിക്കുകയും ചെയ്തു. അവരുടെ ശിഷ്യപരമ്പരയിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ഒരു സ്വാമിയാർ പത്മനാഭസ്വാമിക്ക് പുഷ്പാഞ്ജലി കഴിക്കണമെന്നുള്ള ഏർപ്പാട് ഇന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല. പത്മനാഭസ്വാമിക്ക് ഇപ്പോഴും ഒരു സ്വാമിയാർ പതിവായി പുഷ്പാഞ്ജലി നടത്തി വരുന്നുണ്ട്. അദ്ദേഹത്തെ എല്ലാവരും പുഷ്പാഞ്ജലി സ്വാമിയാർ എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. പുഷ്പാഞ്ജലി സ്വാമിയാർക്ക് കൽപ്പിച്ച് നിശ്ചയിച്ചിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഇപ്പോഴും കൊടുത്തു പോരുന്നുണ്ട്.